ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആശാ സജി. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ലോ ഓഫ് ഡിറ്റാച്ച്മെൻറ്റിനെ കുറിച്ചാണ്. ലോ ഓഫ് അട്രാക്ഷൻ പോലെ തന്നെ വളരെ പവർഫുള്ളാണ് ലോ ഓഫ് ഡിറ്റാച്ച്മെൻറ്റ്. ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുന്ന എല്ലാവരും ലോ ഓഫ് ഡിറ്റാച്ച്മെൻറ്റ് എന്താണെന്ന് വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. നമ്മൾ ഒരു കാര്യം നേടണമെന്ന് ശക്തമായിട്ട് ആഗ്രഹിക്കുകയും അതിനു വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് പ്രയത്നിക്കുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്തിട്ട് പെട്ടെന്ന് അതിൽ നിന്നും നമ്മുടെ ചിന്തയെയും ശ്രദ്ധയെയും ആ ലക്ഷ്യത്തിൽ നിന്നും പൂർണ്ണമായി മാറ്റുന്നതിനെയാണ് ലോ ഓഫ് ഡിറ്റാച്ച്മെൻറ്റ് എന്ന് പറയുന്നത്. ഇത് മാനിഫെസ്റ്റേഷൻ പ്രോസസ്സ് എളുപ്പത്തിലാക്കാനും ലക്ഷ്യങ്ങൾ വളരെ എളുപ്പം നേടുവാനും സഹായിക്കും. ഇനി ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസിൽ 3 ഘട്ടങ്ങളുണ്ട്: ആസ്ക്, ബിലീവ്, റിസീവ്. ഇതിൽ ഒന്നാം ഘട്ടം നമ്മുടെ ആഗ്രഹം മഹാപ്രപഞ്ച ശക്തിയോട് ചോദിക്കുന്ന പ്രക്രിയയാണ് ആസ്ക്. ഇനി നമ്മുടെ ആഗ്രഹം വളരെ വ്യക്തമായിട്ട് വിഷ്വലൈസ് ചെയ്യുക. വിഷ്വലൈസേഷനിലൂടെയാണ് നമ്മുടെ ആഗ്രഹം യൂണിവേഴ്സിനെ ധരിപ്പിക്കുന്നത്. ഈ ആസ്ക് എന്ന പ്രക്രിയയിലൂടെ നമ്മുടെ ആഗ്രഹം നമ്മൾ യൂണിവേഴ്സിനോട് സമർപ്പിച്ചു കഴിഞ്ഞാൽ ആ ചോദിച്ച കാര്യം നമുക്ക് ലഭിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ബിലീവ് എന്ന പ്രക്രിയയാണ് രണ്ടാമത്തെ ഘട്ടം. ഇനി നമ്മുടെ ആഗ്രഹം സമർപ്പിച്ചിരിക്കുന്നത് മഹാപ്രപഞ്ച ശക്തിയിലാണ്, അതുകൊണ്ട് എൻ്റെ ആഗ്രഹം തീർച്ചയായിട്ടും സാധിച്ചു തരുമെന്ന് ഒരു അടിയുറച്ച വിശ്വാസം നമുക്കുണ്ടായിരിക്കണം. അതായത് 100% വിശ്വസിക്കണം. ഇനി മൂന്നാമത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ റിസീവ് എന്ന പ്രക്രിയയാണ്. വിശ്വസിച്ച് കഴിഞ്ഞാൽ പൂർണ്ണമായും നടക്കും. പിന്നെ അതിൻ്റെ റിസൾട്ടിന് വേണ്ടിയിട്ട് നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കുക. അതായത് ആ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് 2 കൈകളും നീട്ടി നിങ്ങൾ സ്വീകരിക്കാനായിട്ട് റെഡി ആയിട്ടിരിക്കുക. അതായത് ഇത് എപ്പോൾ നടക്കും, എങ്ങനെ നടക്കും എന്നൊന്നും നമ്മളുടെ പാർട്ടല്ല. അത് അനുയോജ്യമായ സമയത്ത് നിങ്ങളിലേക്ക് വന്നു ചേരും. ഇനി ലോ ഓഫ് അട്രാക്ഷൻ്റെ 3 ഘട്ടങ്ങളായ ആസ്ക്, ബിലീവ്, റിസീവ്, ഇവ 3ഉം കൂടി ചേരുമ്പോഴാണ് മാനിഫെസ്റ്റേഷൻ നടക്കുന്നത്. ഇനി പലർക്കും എന്തുകൊണ്ടാണ് മാനിഫെസ്റ്റേഷൻ നടക്കാതെ വരുന്നത് എന്ന് വച്ചാൽ പലരും ആസ്ക് എന്ന 1ാം ഘട്ടത്തിൽ തന്നെയാണ് നിൽക്കുന്നത്, അതിൽ നിന്ന് പുറത്തു വരുന്നില്ല എന്നത് തന്നെയാണ് കാരണം. ആസ്ക് എന്ന 1ാം ഘട്ടം പോലെ തന്നെയാണ് ബിലീവ് എന്ന 2ാം ഘട്ടവും. പലരും ആസ്ക് എന്ന കാര്യം ചോദിക്കുക എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ചെയ്യും, പിന്നീട് നമുക്ക് വിശ്വാസമില്ല. നമ്മൾ പിന്നീട് ചിന്തിക്കും, ഇതിനൊക്കെ റിസൾട്ട് കിട്ടുമോ, ഇത് നടക്കുമോ എന്നൊക്കെ സംശയിക്കും. എന്നാൽ നമ്മളൊരാഗ്രഹം നമ്മുടെ മനസ്സിൽ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ഫിസിക്കൽ ലൈഫിൽ ആ ആഗ്രഹം നടക്കണമെങ്കിൽ പ്രപഞ്ചശക്തിയുടെ അനുഗ്രഹം വേണം. അതിന് പ്രപഞ്ചശക്തിയിൽ പൂർണ്ണമായിട്ടും നമ്മുടെ ആഗ്രഹത്തെ സമർപ്പിച്ചിട്ട്, അതായത് ആ പ്രപഞ്ച സന്നിധിയിൽ സമർപ്പിച്ചിട്ട് ബാക്കി കാര്യം നടത്തി തരേണ്ടത് അവിടെ നിന്നാണ് എന്ന് വിശ്വസിച്ച് നമ്മൾ പൂർണ്ണ വിശ്വാസത്തോടെ മാറി നിൽക്കുക. നമ്മുടെ ലക്ഷ്യത്തെക്കുറിച്ച് ചിന്തിക്കരുത് എന്നല്ല, ആ ആഗ്രഹത്തെക്കുറിച്ചിട്ട് നെഗറ്റീവായിട്ട് ചിന്തിക്കരുത്. അങ്ങനെ ചിന്തിക്കുന്നത് കൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങളിലേക്ക് അറ്റാച്ച് ചെയ്യാണ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ വൈബ്രേഷൻ ഫ്രീക്വൻസി ലോ ആകും. അപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ നടക്കാനായിട്ട് കാലതാമസം വരും. അപ്പോൾ ഈ ഒരു അറ്റാച്ച്മെൻറ്റിനെ മാറ്റുക, അതായത് നമ്മുടെ ആഗ്രഹങ്ങളെക്കുറിച്ചുള്ള നെഗറ്റീവ് തോട്ട്സ് നമ്മൾ മാറ്റുക. നിങ്ങളൊരു കാര്യം ഓർക്കേണ്ടത്, നമ്മളൊരു കാര്യം ഫീലോടുകൂടി വിഷ്വലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ആ കാര്യം നമുക്ക് വേണ്ടിയിട്ട് ഒരുക്കപ്പെട്ടു കഴിഞ്ഞു എന്നതാണ്. അതുകൊണ്ട് പ്രപഞ്ച മഹാശക്തിയിൽ പൂർണ്ണമായിട്ടും വിശ്വസിച്ച് മാറി നിൽക്കുന്നതിനെയാണ് ഡിറ്റാച്ച്മെൻ്റ് എന്ന് പറയുന്നത്. ഇനി ഡിറ്റാച്ച്മെൻ്റ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മുടെ ലക്ഷ്യം ലഭിച്ചു കഴിഞ്ഞതിൻ്റെ എൻഡ് റിസൾട്ട് വളരെ ഫീലോടുകൂടി വളരെ ഡീറ്റെയിൽ ആയിട്ട് വിഷ്വലൈസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അതിനെക്കുറിച്ചിട്ട് ഒരല്പം പോലും നെഗറ്റീവായിട്ട് ചിന്തിക്കാതിരിക്കുമ്പോഴാണ് ഡിറ്റാച്ച്മെൻ്റ് നടക്കുന്നത്. അതായത് അത് നടന്നു കഴിഞ്ഞു എന്ന നല്ലൊരു ഫീലോടുകൂടി ഇരിക്കുക. ഈ ലോ ഓഫ് ഡിറ്റാച്ച്മെൻറ്റ് കൂടെ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ പ്രോസസ്സിൽ ഉൾപ്പെടുത്തുക എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ കുറച്ചുകൂടി എളുപ്പത്തിലാകും. ഇത് പ്രാക്ടീസ് ചെയ്യുക, എന്നിട്ട് റിസൾട്ട് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി നിങ്ങൾക്ക് എൻ്റെ പെയ്ഡ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിൽ മെസ്സേജ് ചെയ്താൽ അതിൻ്റെ ഡീറ്റെയിൽ അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി വരാം. ബൈ.